ഗായ്സ്, അപ്പോൾ ഇത് നമ്മളെ നോമ്പ് 5ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ദിവസത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും നോമ്പിൻ്റെ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പനിയൊക്കെ പിടിച്ചിട്ട് കിടക്കേനു. അപ്പോൾ അതിനെക്കൊണ്ട് ആ ഒരു ദിവസത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നോമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ദിവസത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്താഴത്തിന് ചോറുന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 4 മണി 4:30 എണീച്ചിട്ട് ചോറുന്നാണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു നേരത്തെ ചോറ് തിന്നാനായിട്ട് ഇറങ്ങൂല. പക്ഷേങ്കിൽ അന്ന് പിന്നെ ഫുള്ള് ഞാൻ ക്ഷീണിച്ചിട്ടേക്കും ഉണ്ടാവുക. അപ്പം അതിനെക്കൊണ്ട് ചോറ് തിന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറിന് വേണ്ടിയിട്ട് എണീച്ചത്. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലേന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മുസമ്പിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ട് നേരെ വുളുവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6:30 വരെയൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഓതും. അതിന് ശേഷമാണ് പിന്നെ പോയിട്ട് കിടന്നുറങ്ങും. പിന്നെ എണീച്ച് പിന്നെ ലൊഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഒരു 1-1.5 മാസത്തോളമായിട്ട് ഒരു ടൈലർ ഷോപ്പിൽ എൻ്റെ ഒരു ചുരിദാർ അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്യുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. ഇപ്പോഴും ഞാൻ ഓരോട് ചോദിക്കുമ്പോൾ ഒരു പറയും 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരും, ഇന്ന് റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി പിന്നെ അത് ഞാൻ മറന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പുറത്തിറങ്ങാൻ കഴിയണില്ല. പുറത്തിറങ്ങി അപ്പം തുടങ്ങും തലവേദന ഉണ്ടാവാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങിയത്. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുമ്പം പത്തിരി അല്ല കേട്ടോ, ഒന്ന് പുട്ടും ചിക്കൻ കറിയാണ്. കാരണം ഇപ്പോൾ 2-3 നോമ്പിനും 3-4 നോമ്പിനും നമുക്ക് പത്തിരി തന്നെയായിരുന്നു. അങ്ങനെ ഇന്നിപ്പം പുട്ടാണ്. പിന്നെ പൈനാപ്പിളാണ് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പൈനാപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം പൈനാപ്പിൾ ജ്യൂസ് ഇപ്പം നോമ്പിൽ അധിക ദിവസങ്ങളിലും ഞാനിരിക്കും ജ്യൂസ് അടിക്കുക. അങ്ങനെ ഞാനിവിടെ ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മുസമ്പ് ജ്യൂസിനേക്കാളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ വാട്ടർമെലൻ്റെ ജ്യൂസാണ്. നമ്മൾ അധികവും അത് തന്നെയാണ് കഴിഞ്ഞ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നത്. അത് മൊഹബത്ത് കാ സർബത്ത് പോലെയൊക്കെ ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റാണ്. അത് കുടിച്ചാൽ തന്നെ നമുക്ക് വയറൊന്നും അറിയും, അതുപോലത്തെ ദാഹവും മാറും. ആ ഒറ്റൊരു ഡ്രിങ്ക് മാത്രം മതിയേനു. അങ്ങനെ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ അമ്നുവിന് നോമ്പില്ല. അങ്ങനെ അമ്നു ആണെങ്കിൽ വന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ അതുപോലെ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കി തന്നിരുന്നത്. എല്ലാം ഈ ജ്യൂസ് എന്നല്ല എന്തുണ്ടാക്കിയാലും ഓളാണ് ടേസ്റ്റ് നോക്കൽ. അങ്ങനെ ഫൈനലി നമ്മളെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ സെറ്റായി. പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് തന്നെ നമ്മൾ ഈ ഒരു നോമ്പും തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഈ ഒരു കുക്കുംബർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്നും കൂടി ജസ്റ്റ് അടുക്കളയിൽ കയറിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് റോസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് റെസിപ്പി സിമ്പിളാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പൊടികൾ ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിടാം. നമുക്ക് പാത്രങ്ങളൊക്കെ പിന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ജീവൻ ഉണ്ടെങ്കിൽ കാണാം നമുക്ക്. മുളക് പൊടി അല്ല ഗൈസ്, അമ്മാതിരി തിരക്കിലാണ്. ഒന്നും സംഭവിക്കൊന്നുമില്ല. ഇറ്റ്സ് നോർമൽ. ഓക്കെ, അങ്ങനെ എടുക്കാം. അതേ പടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് ഇട്ടത്? കരിയേപ്പ്, പച്ചമുളകല്ല മുളക് പൊടി, ഉപ്പ്, ഓയിൽ എല്ലാം ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് എന്താണ് മഞ്ഞൾപ്പൊടി. ഇത് തക്കാളി കറി ഉണ്ടാക്കാം അവള്. ഓയിൽ ഫസ്റ്റ്, ഓയിൽ പിന്നെ ഷാജാഷൊക്കെ ഉണ്ടാക്കാറിയാം. ഓയിൽ, കുറച്ച് ചിക്കൻ മസാല. ശരിക്കും ഞാൻ പറയാൻ പാടില്ല, സീക്രട്ടാണ്. കൈമാറ്റം. ഫസ്റ്റ് ഓയിലിട്ട് കരിവേപ്പ് പിന്നിട്ട് പിന്നെന്താ പിന്നെ ഉള്ളിട്ടത് മുളക് പൊടി. നമ്മൾ ഇത് പുതിയ പാത്രം അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇളക്കുന്നത്. ഇതുകൊണ്ടാണ് ഇളക്കുന്നത്. നല്ല വാങ്ങിയ പാത്രം. തള്ളേ അല്ല ഇത് പാട്ട് വരുന്നില്ലേ? ബീച്ചത്തെ പാട്ടിട്ടാക്കൂലേ? ബീച്ചത്തെ വേണമെന്നില്ല കേട്ടോ. പക്ഷെ നിന്റെ ഫ്രണ്ട്സ് നമ്മൾ പോയപ്പോ നിന്നില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. റിയലി
പിന്നെ ഇത് റമളാൻ ഡേ 3 എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ വിചാരിച്ചത് വെച്ചാൽ 30 ദിവസത്തെ ഒരു റമളാൻ റുട്ടീൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 30 ദിവസം വ്ളോഗ് എടുക്കാം എന്നുള്ള ഒരു ഇതിലേനു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പ്ലാനൊക്കെ പൊളിഞ്ഞ് 2 ദിവസത്തെ വ്ളോഗ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് പനിയൊക്കെ വന്നപ്പോൾ ഫുൾ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ആ വീഡിയോസ് എന്തായാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ബർഗർ ബന്നിൽ നമ്മളൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനുള്ള ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കറിയുമാണിന്ന് അത്താഴത്തിലേക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ ഇമ്മ എടുത്തതാണ് വീഡിയോ. ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഉമ്മ എടുത്ത വീഡിയോസാണ്. ഈ സമയത്തൊക്കെ ഞാൻ കിടക്കേനു. അതായത് എനിക്ക് വീഡിയോസ് എടുക്കാനേ പറ്റണില്ലേനു. അങ്ങനെ ഈ എടുത്ത വീഡിയോസൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇത് ആഡ് ചെയ്യണത്. ഇത് പിന്നെ നമ്മൾ ആ വെജിറ്റബിൾസ് അത്യാവശ്യം നമ്മളെ കയ്യിലുള്ള ക്യാബേജ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയും പിന്നെ അതുപോലെ അതിലേക്ക് മയോണൈസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ മുസംബി ജ്യൂസ് അടിച്ചതും ഇന്ന് ഉമ്മ തന്നെയാണ്. എനിക്കിന്ന് ഒരു പണി എടുക്കേണ്ടി വന്നിട്ടില്ല. അതായത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം എല്ലാം ഉമ്മ തന്നെ ചെയ്തിരുന്നത് കേട്ടോ. ഈ സമയത്ത് ഇതൊന്നും ഞാൻ അറിയണ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ എന്നോട് പറയാണ്ട് അങ്ങനെ ഉമ്മയും അമ്മനും കൂടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഉമ്മ ജ്യൂസ് ഉണ്ടാക്കും, അമ്മന് വീഡിയോ എടുക്കും. അങ്ങനെ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് ഫൈനലി എനിക്ക് വീഡിയോസൊക്കെ കിട്ടി. അങ്ങനെ മുസംബി ജ്യൂസ് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസിനേക്കാൾ ഒരു ദിവസം ഉമ്മ ഉണ്ടാക്കുന്ന ജ്യൂസാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കണതൊന്നും തിന്നാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷേ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും തിന്നാൻ. പിന്നെ ഇവിടെ ഭയങ്കര നിർബന്ധമാണ് ജ്യൂസിലേക്ക് കസ്കസ് ഇടാന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ അതും ഇട്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇത് നമ്മളൊരു നോമ്പ് തുറക്കാനൊക്കെ നേരാകുമ്പോഴാണ് ഇത് ഫില്ല് ചെയ്യണത് കേട്ടോ. കാരണം മെൽട്ടായി പോകണ്ട വിചാരിച്ചിട്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് നേരം മുന്നാണ് ഇതൊക്കെ ഫില്ല് ചെയ്തില്ല. നമ്മൾ ആദ്യം ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അമ്മ ഈ ഒരു വീഡിയോ കണ്ടപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ്. പിന്നെ അധികം നമ്മൾ ഇങ്ങനത്തെ ഇനിയിപ്പം പൊരിക്കടികളൊക്കെ കുറച്ചിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ എഗ്ഗ് ഇല്ലാത്ത മയോണൈസും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫില്ല് ചെയ്യാനുള്ള പണിയാണ്. മയോണൈസ് ഇതൊക്കെ പിന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോ സോസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇടണതായിരിക്കും. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. പിന്നെ ആണെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ആയിട്ട് ഈ ഒരു ഇത് ബർഗർ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതായത് ഇത് തിന്നാൽ തന്നെ വയറ് നിറയും. അപ്പോൾ ഇത് തിന്നപ്പോൾ തന്നെ നമ്മൾ സൈഡായും ചെയ്തിരിക്കണേ. അങ്ങനെ അതും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ മുസംബി ജ്യൂസും പിന്നെ നമ്മൾ മെയിൻ വെള്ളം, തണുത്ത വെള്ളം. എനിക്ക് തണുത്ത വെള്ളം കുടിച്ചിട്ട് വേണം നോമ്പുറക്കാൻ. പിന്നെ നമ്മളെ തരിക്കഞ്ഞി ഉണ്ടേനു. തരിക്കഞ്ഞി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് തന്നെ ഡെയിലി ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ റാഹത്തായിട്ട് ഈ ഒരു നോമ്പും നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ റമളാൻ സീരീസ് ഇൻഷാ അല്ലാഹ് വരുന്നത് ഇനി വേറൊരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണാം.